ഇന്ത്യയിലേക്ക് വരുന്ന യാത്രക്കാർക്കുള്ള പുതുക്കിയ കസ്റ്റംസ് ബാഗേജ് നിയമങ്ങൾ കഴിഞ്ഞ 2-ന് നിലവിൽ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? 2016 പുറത്തിറക്കിയ ബാഗേജ് നിയമങ്ങൾ പുതുക്കിയത് കൊണ്ടാണ് പുതിയ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളതും. വിദേശത്ത് നിന്ന് വരുന്ന ഇന്ത്യക്കാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഫ്രീ അലവൻസ് ആയ 50,000 രൂപയിൽ നിന്ന് 75,000 രൂപയായി ഉയർത്തിയിട്ടുമുണ്ട്. പുതുക്കിയ ബാഗേജ് നിയമങ്ങൾ സംബന്ധിച്ച് യാത്രക്കാരായ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാവും. ഞാൻ പറഞ്ഞു തരാം. ബാഗേജ് നിയമങ്ങൾ ആർക്കെല്ലാം ബാധകമാണ് എന്നുള്ള മെയിൻ ചോദ്യം നിങ്ങളിൽ ഉണ്ടാവും. വിദേശയാത്ര കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ യാത്രക്കാർക്കും ബാധകമാണ്. അതിപ്പോൾ താമസക്കാർ, വിനോദസഞ്ചാരികൾ, ഇന്ത്യൻ വംശജരും വിദേശ വംശജരും, സാധുവായ വിസയുള്ള വിദേശികൾ അല്ലെങ്കിൽ ശിശുക്കൾ എന്നിവർക്കൊക്കെ ബാധകമാണ്. ഇനി ആരാണ് വിനോദസഞ്ചാരി എന്ന് ചോദിച്ചാൽ, സാധാരണയായി ഇന്ത്യയിൽ താമസിക്കാത്ത 12 മാസത്തിനുള്ളിൽ 6 മാസത്തിൽ കൂടുതലല്ലാത്ത കാലയളവിലേക്ക് നിയമാനുസൃതമായ കുടിയേറ്റ ഇതര ആവശ്യങ്ങൾക്കായി ഇന്ത്യയിൽ പ്രവേശിക്കുന്ന വ്യക്തി. ഇനി ഈ നിയമങ്ങൾ പ്രകാരം താമസക്കാരൻ ആരാണ് എന്നുള്ള ചോദ്യം നിങ്ങളിൽ ഉണ്ടാവും. സാധാരണയായി ഇന്ത്യയിൽ താമസിക്കുന്നവരും പാസ്പോർട്ട് ആക്ട് 1967 പ്രകാരം സാധുവായ പാസ്പോർട്ട് കൈവശമുള്ളവരുമാണ്. അടുത്ത ചോദ്യം വ്യക്തിഗത വസ്തുക്കൾ എന്നതിന്റെ അർത്ഥം എന്താണ് എന്നായിരിക്കും. യാത്രാ സമയത്ത് വ്യക്തിഗത ഉപയോഗത്തിന് യാത്രക്കാരന് ആവശ്യമായേക്കാവുന്ന എല്ലാ സാധനങ്ങളും, അതിപ്പോൾ പുതിയതോ അല്ലെങ്കിൽ ഉപയോഗിച്ചതോ ആവാം, വാണിജ്യ ആവശ്യങ്ങൾക്കായി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ഒഴികെയുള്ളവ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നീടുള്ള ചോദ്യം ഉപയോഗിച്ച വ്യക്തിഗത വസ്തുക്കൾ എന്താണ്, അല്ലെങ്കിൽ അവയ്ക്ക് തീരുവ നൽകേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം. ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും യാത്രയ്ക്കും ആവശ്യമായി ഉപയോഗിച്ച വ്യക്തിഗത വസ്തുക്കൾ, സുവനീറുകൾ എന്നിവ ശിശുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ യാത്രക്കാർക്കും തീരുവരഹിതമായി അനുവദനീയമാണ്. ഇതിൽ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, ടോയ്ലറ്ററികൾ തുടങ്ങിയവയും ഉൾപ്പെടുന്നുണ്ട്. വിമാനത്തിലോ കപ്പലിലോ എത്തുന്ന ഇന്ത്യൻ വംശജരായവർക്കോ അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്കോ സാധുവായ വിസയുള്ള വിദേശികൾക്കോ, അതിൽ ടൂറിസ്റ്റ് വിസ ഒഴികെയുള്ളവർക്ക് 75,000 രൂപ വരെ മൂല്യമുള്ള സാധനങ്ങൾ തീരുവരഹിതമായി കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത സംശയം ഇതായിരിക്കും, വിദേശ വിനോദസഞ്ചാരികൾക്കുള്ള തീരുവരഹിത ആനുകൂല്യം എന്താണ് എന്നുള്ളതായിരിക്കാം. വിമാനത്തിലോ കപ്പലിലോ എത്തുന്ന വിദേശ വിനോദസഞ്ചാരികൾക്ക് 25,000 രൂപ വരെ മൂല്യമുള്ള സാധനങ്ങൾ തീരുവരഹിതമായി കൊണ്ടുവരാം. ഇനി അടുത്ത ചോദ്യം, ഒരു വ്യക്തിക്ക് തീരുവരഹിത ആനുകൂല്യം തന്റെ കുടുംബാംഗങ്ങളുമായി കൂട്ടിച്ചേർക്കാനാകുമോ എന്നുള്ളതായിരിക്കാം. ഇതിന് ഉത്തരം ഇല്ല എന്നാണ്. ലാപ്ടോപ്പ് തീരുവരഹിതമായി കൊണ്ടുവരാൻ കഴിയുമോ എന്ന ചോദ്യത്തിനും പുതിയ ബാഗേജ് റൂൾസ് പ്രകാരം 18ഉം അതിൽ കൂടുതൽ പ്രായമുള്ള യാത്രക്കാർക്ക് അഥവാ ക്രൂ അംഗങ്ങൾ ഒഴികെ ബോണഫൈഡ് ബാഗേജിൽ നോട്ട് പാഡ് ഉൾപ്പെടെയുള്ള പുതിയ ലാപ്ടോപ്പ് തീരുവരഹിതമായി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ വരുന്ന മറ്റൊരു സംശയം, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ അല്ലാതെ ഒന്നോ അതിലധികമോ മൊബൈൽ ഫോണുകൾ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതായിരിക്കാം. പുതുക്കിയ ചട്ടങ്ങളിൽ ഫോണിന്റെ കാര്യം പ്രത്യേകം പറയുന്നില്ലെങ്കിലും 75,000 രൂപയുടെ മൂല്യത്തിന് മാത്രമേ തീരുവ ഈടാക്കാതിരിക്കുകയുള്ളൂ എന്നതിനാൽ തന്നെ അതിനു മുകളിൽ വരുന്ന മുഴുവൻ തുകയ്ക്കും ഡ്യൂട്ടി അടക്കേണ്ടി വരും. സ്വാഭാവികമായും പുതിയ ഐഫോണുകൾക്ക് ഇതിനേക്കാൾ വിലയുള്ളതിനാൽ കസ്റ്റംസ് നിശ്ചയിക്കുന്ന തീരുവ അടക്കേണ്ടി വരും എന്നതാണ്. ഇനി സ്വർണത്തിന്റെ കാര്യത്തിലേക്ക് വരാം. ആഭരണങ്ങൾക്കുള്ള തീരുവരഹിത ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 വർഷത്തിലധികം വിദേശത്ത് താമസിച്ചിരുന്ന ഇന്ത്യൻ വംശജനായ താമസക്കാരന് അല്ലെങ്കിൽ വിനോദസഞ്ചാരിക്ക് ഈ പറയുന്ന അളവിൽ തീരുവരഹിതമായി ആഭരണങ്ങൾ കൊണ്ടുവരാം. അളവുകൾ വനിതാ യാത്രക്കാരിയാണെങ്കിൽ 40 ഗ്രാം വരെയും പുരുഷ യാത്രക്കാരനാണെങ്കിൽ 20 ഗ്രാം വരെയും. ഇത് പൊതു സൗജന്യ ആനുകൂല്യത്തിന് പുറമേ ഉള്ളതാണ്. ഇനി ഏതെല്ലാം വസ്തുക്കൾ തീരുവരഹിത ആനുകൂല്യത്തിൽ ഉൾപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ, തോക്കുകൾ, 50-ൽ കൂടുതൽ തോക്ക് വെടിയുണ്ടകൾ, 100 എണ്ണത്തിൽ കൂടുതൽ സിഗരറ്റുകൾ അല്ലെങ്കിൽ 25 എണ്ണത്തിൽ കൂടുതൽ സിഗാറുകൾ അല്ലെങ്കിൽ 125 ഗ്രാമിൽ കൂടുതൽ പുകയില, 2 ലിറ്റർ കൂടുതൽ ലഹരി പാനീയം അല്ലെങ്കിൽ വൈൻ, ആഭരണങ്ങൾ ഒഴികെയുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള സ്വർണം അല്ലെങ്കിൽ വെള്ളി, പിന്നെ ടെലിവിഷൻ. ഈ വസ്തുക്കൾക്ക് ഒന്നെങ്കിൽ തീരുവ അടയ്ക്കുകയോ അല്ലെങ്കിൽ നിയമപരമായ മറ്റു നടപടിക്രമങ്ങൾക്ക് വിധേയമാവുകയോ ചെയ്യേണ്ടി വരും. ഇനി അടുത്ത മെയിൻ ചോദ്യം നിങ്ങൾക്ക് ഇതായിരിക്കാം, എയർപോർട്ടിൽ എവിടെ നിന്ന് ഇതിനെല്ലാം സഹായം ലഭിക്കും എന്നുള്ളത്. നിരോധിത അല്ലെങ്കിൽ നിയന്ത്രിത വസ്തുക്കളെ കുറിച്ചുള്ള പുതുക്കിയ വിവരങ്ങൾക്കോ പരാതിയോ ഉണ്ടെങ്കിൽ അറൈവൽ ഹാളിലെ കസ്റ്റംസ് ഹെൽപ്പ് ഡെസ്കിനെ ബന്ധപ്പെടാം. ഇനി കസ്റ്റംസ് ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പർ ഞാൻ പറയാം, 9947778000. ഇതാണ് ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പറും. ഇന്ത്യയിലേക്ക് വരുന്ന പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ ആശ്വാസം നൽകുന്നതാണ് പുതുക്കിയ ഈ കസ്റ്റംസ് ബാഗേജ് നിയമങ്ങൾ. പ്രത്യേകിച്ച് തീരുവരഹിത പരിധി ഫ്രീ അലവൻസ് 75,000 രൂപ ഉയർത്തിയത്
സാധാരണക്കാരായ യാത്രക്കാർക്ക് വലിയ ഉപകാരമാകും. എങ്കിലും സ്വർണം, ലഹരി പാനീയങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ കൊണ്ടുവരുമ്പോൾ നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അനാവശ്യമായ പിഴകളും നിയമ നടപടികളും ഒഴിവാക്കാൻ യാത്രയ്ക്ക് മുൻപായി കസ്റ്റംസ് നിബന്ധനകൾ മനസ്സിലാക്കുന്നത് യാത്ര കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കും.